പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലേക്കെത്തിയ ഫഹദ് ഫാസിൽ ഇപ്പോൾ മികച്ച കഥാപാത്രങ്ങളും കൈനിറയെ സിനിമകളുമായി മുന്നേറുകയാണ്. എന്നാൽ താൻ സിനിമയിലേക്ക് എത്തിയതിനെക്കുറിച്ചും അമേരിക്കയിലേക്ക് പോയതിനെക്കുറിച്ചും ഫഹദ് ഫാസിൽ മനസ്സ് തുറന്നിരിക്കുകയാണ്. സംവിധായകൻ ഫാസിലിന്റെ മകൻ എന്ന ലേബലിൽ 2002 പുറത്തിറങ്ങിയ കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഫഹദ് ഫാസിലിന്റെ സിനിമയിലേക്കുള്ള വരവ്. നായകനായി എത്തിയ ചിത്രം എന്നാൽ പരാജയമായതോടെ പിന്നീട് ഫഹദിനെ ആരും കണ്ടില്ല. എന്നാൽ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം 2009 കേരള കഫേ എന്ന ചിത്രത്തിലൂടെ ഫഹദ് മടങ്ങി വന്നത് മാസ് എൻട്രിയോടെയായിരുന്നു. പിന്നീട് നടന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. അഭിനയ മികവിന്റെ ഉത്തമ ഉദാഹരണം എന്ന പേരിലാണ് ഇപ്പോൾ ഫഹദ് അറിയപ്പെടുന്നത്. ചാപ്പാക്കുരിശ്, 22 ഫീമെയിൽ കോട്ടയം, ഡയമണ്ട് നെക്ലേസ്, അന്നയും റസൂലും, ആമേൻ, ഇമ്മാനുവേൽ, നോർത്ത് 24 കഥം, ഒരു ഇന്ത്യൻ പ്രണയകഥ, മഹേഷിന്റെ പ്രതികാരം, ബാംഗ്ലൂർ ഡേയ്സ്, ഇയോബിന്റെ പുസ്തകം, വരത്തൻ, ഞാൻ പ്രകാശം തുടങ്ങി കുമ്പളങ്ങി നൈറ്റ്സ് വരെ എത്തി നിൽക്കുന്നു ഫഹദിന്റെ അത്ഭുത പ്രകടനങ്ങൾ. എന്നാൽ താൻ ഒരിക്കലും ഉപ്പയുടെ മേൽവിലാസം സിനിമയ്ക്കായി ഉപയോഗിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നടൻ. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സിനിമാ പാരമ്പര്യമുള്ളവർക്ക് മാത്രമാണോ അഭിനയം എന്നൊരു ചോദ്യത്തിനുള്ള മറുപടിയായാണ് ഫഹദ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഫഹദിന്റെ ഉത്തരം ഇങ്ങനെ: താൻ 3 വർഷം കഷ്ടപ്പെട്ടിട്ടാണ് ചാപ്പാക്കുരിശ് ചെയ്തതെന്നും ഇന്നുവരെയും ഉപ്പയുടെ മേൽവിലാസം സിനിമയ്ക്കായി ഉപയോഗിച്ചിട്ടില്ലെന്നും ഇനി ഉപയോഗിക്കുകയില്ലെന്നും ഫഹദ് പറയുന്നു. സിനിമ അതിനെ ഇഷ്ടപ്പെടുന്നവർക്കുള്ളതാണ്. സത്യസന്ധമായി ഈ കലയെ സ്നേഹിക്കുന്ന ആർക്കും സിനിമയിലെത്താമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കയ്യെത്തും ദൂരത്ത് കഴിഞ്ഞ പഠനവുമായി ബന്ധപ്പെട്ട് ഫഹദ് അമേരിക്കയിൽ പോയിരുന്നു. ആ യാത്രയായിരിക്കാം തന്നെ മാറ്റിമറിച്ചതെന്ന് താരം പറയുന്നു. 8 വർഷം മറ്റൊരു രാജ്യത്ത് താമസിച്ചത് വലിയൊരു അനുഭവമാണെന്നും താരം പറയുന്നു. ചിലപ്പോൾ കയ്യെത്തും ദൂരത്തിൽ നിങ്ങളെ കൊണ്ട് മോശം പറയിപ്പിച്ച് താൻ പിൽക്കാലത്ത് അത് വീണ്ടും ആവർത്തിച്ചേക്കാമെന്നും ഫഹദ് പറയുന്നു. അതിരനാണ് പുറത്തിറങ്ങാനിരിക്കുന്ന ഫഹദിന്റെ പുതിയ ചിത്രം. സായി പല്ലവിയാണ് ചിത്രത്തിൽ ഫഹദിന്റെ നായികയായി എത്തുന്നത്. വിവേക് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് തിരക്കഥയൊരുക്കിയിരിക്കുന്നത് PF മാത്യൂസ് ആണ്. ചിത്രം ഏപ്രിലിൽ തിയേറ്ററുകളിലെത്തും. എന്റർടൈൻമെന്റ് ഡെസ്ക്, സിനി ലൈഫ്.